ഹായ്, എൻ്റെ ജെക്കയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിജയണ്ണന്റെ തുപ്പാക്കി മൂവിയിലെ ആ നെക്സ്റ്റ് ഗൂഗിൾ സോങ് ആണ്. നമ്മൾ 2 ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറച്ച് മെഡിക്കൽ സംഭവങ്ങളൊക്കെ ആയിക്കൊണ്ട് നമ്മളെ പൂർവാധികം ശക്തിയോടെ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ വരുന്നുണ്ട്, അല്ല വരാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ സോങ്ങിലിട്ട് പോവാം. ഇത് പാടിയിരിക്കുന്ന നമ്മളെ തളപതിയാണ്, അതിന്റെ കൂടെ തന്നെ ജെറമിയാണ് ഫീമെയിൽ വേർഷൻ പാടിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ കുറെ വട്ടം ഈ ഒരു സോങ് കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വൺസ് അഗൈൻ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. തുടങ്ങിയാലോ? റെഡി അല്ലേ? ബീറ്റല്ലേ എങ്ങനെ പോലെ പക്ക പാർട്ടി പാർട്ടി വൈബ്. போல இங்க இன்னொருத்தி யாஹூ பண்ணி பார்த்தும் நீவள போல எந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவில்லை. இவ டேட்டிங்காக டின்னர் போன ஸ்டார்டர் நான் தானே, ஷாப்பிங் போக குட்டி போன ட்ராலி நான் தானே, மூவி போன சோக சீனில் கர்ஷிப் நான் தானே. பாக்கதா இப்படி ஆளுதா அப்படி meet my girlfriend. My hot and spicy girlfriend. Spicy. എന്നാലേ സാധനം DJ കട്ട DJ സോങ്. Hey guys, it's intro time. ഇവ യാതൊരു സ്വന്തന കേട്ടിട്ട് പഞ്ചിന് കഴിച്ച പഞ്ചിന് കൊടുപ്പാം മൂഞ്ചിന് ഹെൽമെറ്റ് മാറ്റിക്ക. Hey sugar free. Hey sugar free കേച്ചില ഇനിപ്പിരിപ്പ് ഇവ ഫാറ്റ് ഫ്രീ ഉടമ്പല കൊഴുപ്പിരിപ്പ് സിരിപ്പില സിഞ്ചല കോപത്തിൽ ഡ്രാഗുല അഴകു ഇവതാ ഫോമുല Hey come on girls, இது intro time. இவன் யாருன்னு இப்போ சொல்லடா. ஒரு ஹேண்ட்ஷேக் செஞ்சிட்டு பொண்ணுங்க வந்தா ஸ்வாயிங்னு பரப்பான் புல்லட்டா. மிலிட்டரி கட்டில ஸ்டைல் இருக்கும், 1 மில்லிமீட்டர் சைஸ்ல சிரிப்பு இருக்கும். ஆல்மோஸ்ட் 6 அடி 3 அடி 7 அடியும் போல் இவன் போல் குடி 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 குடி. Meet my boyfriend. I smile and sexy. என் Facebook friends யார் யாருன்னு கேட்டுக்கொள்ள மாட்டாங்க. என் ஸ்டேட்டஸ் மாத்த சொல்லி என்ன தொல்ல செய்ய மாட்டாங்க. கிட்ட வந்து நான் பேசும்போது ட்விட்டருக்குள்ள முழுகிடுவான். எச்சின சீட்டா கண்ணத்தில் தந்த நச்சுன ட்வீட்டா போட்டுடுவான். ரொமான்ஸ் கொஞ்சம், த்ரில்லர் கொஞ்சம், காத்தில் கொஞ்சம், நெஞ்சம் நெஞ்சம். அவ செல்போன் ரெண்டிலும் கால் இருக்கும், பேக்கப் பாய் ஃப்ரெண்ட்ஸ் 4 இருக்கும். ரெண்டில ஜெர்சியை வலிச்சிடுவாங்க, வயிற்றுக்கு ஜெர்சியில் கொடுத்துடுவான். பொண்ணுங்க நம்பரை போன்ல பார்த்தா சத்தம் இல்லாம தூக்கிடுவான். போற கண்ணால சைட் அடிச்சாலும் நோக்கு வருமத்து தாக்கிடுவான்.
அளவா குடிப்பா அழகா குடிப்பா இதய துடிப்பா 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 meet my girlfriend ആ സാറല്ലേ girlfriend oh meet my girlfriend my heart is spicy girlfriend கூகுள் கூகுள் பண்ணி பார்த்தேன் உலகத்துல இவன் போல ஒரு கிறுக்கனு பிறந்ததில்ல ஐயாஹு யாஹு பண்ணி பார்த்தும் நீவளை போல எந்த கிரகத்திலும் இன்னொருத்தி கிடைக்கவே இல்லடா உச்சி பார்த்து ஓகே சொன்னானே ஷாப்பிங் கிட்டாய் பெட்டோக்கம் குட்டி போனானே மூவி போன சோக சீனில் கோச்சி நான்தானே பார்க்கதான் இப்படி ஆடுதா அப்படி ஓ meet my boyfriend ഒരു സാധനം ഉണ്ടല്ലോ. meet my girlfriend my heart is spicy girlfriend ഓ, അവിടെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ അല്ലേ? ഇതിനകത്ത് കാജലിന്റെ ഇടയ്ക്കുള്ള നോട്ടം ഉണ്ടല്ലോ ഭയങ്കര നല്ലതല്ലേ ആ ഒരു അഡിക്റ്റീവ് ടൈപ്പ് ഒരു നോട്ടാണ് ശരിക്കും അല്ലേ അതായത് കിട്ടില്ല വിഷ്വലൈസേഷൻ, അതായത് ആ ഒരു ഒറ്റ സ്ഥലത്ത് വെച്ചിട്ട് നല്ല രസത്തിൽ തന്നെ കാണിച്ചിട്ട്, പ്രത്യേകിച്ച് ആ ഒരു DJ പാർട്ടി വൈബ് കംപ്ലീറ്റ്ലി ആ സോങ്ങിലുണ്ട്. എനിക്ക് തോന്നുന്നത് തളപതിയുടെ വോയിസും ആന്റിയുടെ വോയിസും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര രണ്ടും നല്ല ഫെമിലിയർ വോയിസ് ആണ്. ആ അപ്പൊ അത് വരുമ്പോഴാണ് തോന്നുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവാൻ നമുക്ക് പാടാൻ തോന്നുന്നത് ഏകദേശം ഒരു സംസാരിക്കുന്നതിന്റെ ആ ഒരു കുറച്ചും കൂടി ഹയർ വേർഷൻ ആയിട്ട് അതെ, തോന്നുന്നത് അത് സോങ്. മാത്രല്ല അതിന്റെ ബീറ്റ് ഒരു രക്ഷയില്ലാത്ത ഹാരിസ് ജയരാജിന്റെ, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു DJ എഫക്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ആ ഒരു സംഭവം ഉണ്ടെന്നാലും. പിന്നെ ഒന്നും പറയാനില്ല, തളപതിയുടെ സ്ക്രീൻ പ്രസൻസ് അതുപോലെ തന്നെ കാജൽ രണ്ടുപേരും ഗംഭീരമായിട്ട് ഓൺ സ്ക്രീനിൽ. സ്റ്റെപ്പ് അത് ഇതിനകത്ത് ലാസ്റ്റ് സോങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലബ് സോങ്ങിലോട്ടാ സ്റ്റെപ്പ് ഒക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല. ആ ഒരു പൊളിയാണ്. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കിൽ എന്താ പറയാ പല പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരും അല്ലെ. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് മാത്രല്ല കേട്ടോ, അതായത് എന്താ പറയാ നമ്മള് പറയല്ലോ വോയിസ് വെച്ചിട്ട് ഇങ്ങനെ പലതരത്തിൽ അതിലും ഇടയ്ക്ക് ആ ഒരു ആ സാധനല്ലേ, അതൊക്കെ എന്ത് രസമല്ലേ കേൾക്കാൻ വേണ്ടി. അത് ഭയങ്കര, അതായത് മെലഡി ഉണ്ട്, അതിന്റെ കൂടെ നല്ല ബീറ്റും ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഹാരിസ് ജയരാജിന്റെ കുറച്ചും കൂടി മെലഡീസ് ആണ് അടിപൊളി രസം കേൾക്കാൻ. അതിന്റെ അതായത് ഫീൽ ഗുഡ് DJ സോങ് അങ്ങനത്തെ സാധനം പൊളിച്ചടിക്കിയ സാധനം, ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഹാരിസ് ജയരാജൻ എപ്പോഴും നമ്മൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് മാജീഷ്യൻ എന്ന് പറയുന്നത്. സോങ്ങിന് നമ്മുടെ വിജയണ്ണൻ ഫാൻസ് മാത്രല്ല കേട്ടോ, ഹാരിസ് ജയരാജ് ഫാൻസ് ഉണ്ട് ഈ ഒരു സോങ് ഇഷ്ടപ്പെടുന്നത്. കാരണം അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലെ. അതാണ് ഇതിന്റെ ഒരു മാജിക്. പ്രത്യേകിച്ച് ആ സമയത്ത് എന്താ പറയാ ഗൂഗിൾ യാഹു ഈ പേരൊക്കെ ഭയങ്കര ഒരു ട്രെൻഡ് സമയമായിട്ടുള്ള ഒരു ടൈമായിരുന്നു ഈ മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത്. അപ്പൊ എന്താ പറയാ ആ ഒരു വാക്കുകളൊക്കെ വെച്ചിട്ട് എന്താ പറയാ eBay അല്ലെ, ഭയങ്കര ഒരു സമയമായിരുന്നത്. ഒരേ സമയം ലിറിക്സും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് അല്ലെ. ആ ഒരു മ്യൂസിക്കിന് ചെയ്യുന്ന രീതിയിൽ തന്നെ ലിറിക്സും ഗംഭീര സാധനമാണ്. പിന്നെ കാജൽ തളപതി കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാതെ പല മൂവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എന്തോ ഭയങ്കര കാജലിന്റെ ആ ഒരു കുറുമ്പും തളപതിയുടെ ആ ഒരു എന്താ പറയാ കുറുമ്പും രണ്ടും കൂടി ഇങ്ങനെ കൂടുമ്പോ ഒരു സംഭവം വേണം. പ്രത്യേകിച്ച് അവസാനത്തെ ആ ഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റും രണ്ടുപേരുടെ, അതായത് തളപതി അവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്, അപ്പോഴുള്ള ഒരു കുറുമ്പ് ഫേസ് ഉണ്ട്, ഇപ്പുറത്തെ ഒരാൾ നോക്കുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു നോട്ടും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീൻ എന്താണ് യൂഷ്വലി മൂവിയിൽ ഇങ്ങനെ ഒരു സോങ് കഴിയുമ്പോ എന്തായിരിക്കും ഉണ്ടാവുക, അടുത്തൊരു നല്ല സീൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീനിട്ട് നമ്മളും കട്ട വെയിറ്റിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.